8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ക്ലാസ്. ഇന്ന് നമ്മൾ ആൻഷ്യൻ തമിഴകം എന്ന ചാപ്റ്ററിലെ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഷ്യൻ തമിഴകത്തിലെ ആളുകൾ എങ്ങനെയായിരുന്നു അവരുടെ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എക്സ്ചേഞ്ച് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി അവർ എക്സ്ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്യും. എങ്ങനെയായിരിക്കും അത് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സംഘം ലിറ്ററേച്ചർ മെൻഷൻ ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നോൺ ആസ് നൊടുത്തൽ. സംഘം ലിറ്ററേച്ചറിൽ എന്ന് പറഞ്ഞാൽ സംഘ കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കൃതികളിൽ അവരുടെ രചനകളിൽ ധാരാളമായിട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നൊടുത്തൽ. നൊടുത്തൽ എന്നാണ് വിളിക്കുക. അല്ലലാവണ്ണം ആൻഡ് നലങ്കാടി were the markets of ആൻഷ്യൻ തമിഴകം. ആൻഷ്യൻ തമിഴകത്തിൽ സാധനങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. ഒന്ന് മോർണിംഗ് മാർക്കറ്റും ഒന്ന് ഈവനിങ് മാർക്കറ്റുമാണ്. മോർണിംഗ് മാർക്കറ്റിനെ നലങ്ങാടി എന്നാണ് വിളിക്കുക. അതേസമയം ഈവനിങ് മാർക്കറ്റിനെ അല്ലലാവണ്ണം എന്നാണ് വിളിക്കുക. അപ്പോൾ സംഘം ലിറ്ററേച്ചർ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്, സംഘ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആൻഷ്യൻ തമിഴകത്തിൽ ആളുകൾ പരസ്പരം സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് നൊടുത്തൽ. ദെൻ അവർ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് രണ്ട് മാർക്കറ്റിൽ നിന്നാണ്. ഒന്ന് ഈവനിങ് മാർക്കറ്റ്, രണ്ട് മോർണിംഗ് മാർക്കറ്റ്. ഈവനിങ് മാർക്കറ്റിനെ അല്ലലാവണമെന്നും മോർണിംഗ് മാർക്കറ്റിനെ നലങ്ങാടി എന്നുമാണ് പറയുന്നത്. The commodities for daily use in different തിണെ were obtained from these market. The commodities for daily use, വിവിധ തരത്തിൽപ്പെട്ട തിണകളിൽ ജീവിച്ചിരുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നത് ഈ മാർക്കറ്റുകളിൽ നിന്നായിരുന്നു. ഇപ്പം നെയ്ത്തൽ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഫിഷൊക്കെ ആയിരിക്കും അവിടെ വിൽക്കുക. കാരണം അവർ ഫിഷിംഗ് ആണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ അവർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങും. ഫിഷ് ആവശ്യമുള്ളവർക്ക് ഇവർ കൊടുക്കുകയും ചെയ്യും. The hawkers shouting out the price of salt crystals produced in the salt pan. The hawkers means ഈ സാധനങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളുകളെയാണ് ഹോക്കേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഉപ്പ് വിൽക്കുന്ന ആളുകൾ ഉപ്പിൻ്റെ വിലയും മറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. സോൾട്ട് പാൻ എന്ന് പറഞ്ഞാൽ ഉപ്പളം, ഉപ്പ് നിർമ്മിക്കുന്ന സ്ഥലമാണ് ഉപ്പളം. Set the bullocks free and cook food in the makeshift stone oven. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഈ ബുള്ളക്സിനെ ഫ്രീ ആയി വിടുന്നു, ഫുഡ് കുക്ക് ചെയ്യുന്നു. ഇതാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയത്തിൻ്റെ ഒരു മീനിങ്. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പുപരലുകൾ ഉച്ചത്തിൽ വില പറഞ്ഞു കൊണ്ടുപോകുന്ന കച്ചവടക്കാർ വണ്ടിക്കാളകളെ നുകമഴിച്ച് മേയാൻ വിട്ട് കല്ലടുപ്പ് കൂട്ടി പാകം ചെയ്യുന്ന ആഹാരം. അതായത് ഉപ്പളങ്ങളിൽ ഉണ്ടാക്കിയ ഉപ്പ് വില പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് വിൽക്കാൻ നടക്കുന്ന ആളുകൾ. പിന്നെ വണ്ടിക്കാളകളുടെ ആ നുകം അതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു വിട്ടിട്ട് അതിനെ മേയാൻ വിടുകയാണ്. എന്നിട്ട് കല്ലുകൾ കല്ലുകൾ വെച്ചുകൊണ്ട് അടുപ്പ് വെച്ച് അതിൽ ആഹാരം പാകം ചെയ്യുകയാണ്. വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ വി ഗ്യാദർ ഫ്രം ഇറ്റ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു എഴുത്ത് നമുക്ക് അകനാനൂറ് എന്ന് പറയുന്ന കൃതിയിലാണുള്ളത്. അകനാനൂറ്. ഇൻ ദോസ് ഡേയ്സ് സോൾട്ട് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് കമ്മോഡിറ്റി ഓഫ് എക്സ്ചേഞ്ച്. ഈ ഒരു എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു ഉപ്പ് എന്നുള്ളത്. ഉപ്പ്. ദിസ് എക്സ്ചേഞ്ച് വാസ് ഡൺ ബൈ മെർച്ചൻറ്റ് ഗ്രൂപ്പ് നോൺ ആസ് ഉമനാർ. ഉപ്പ് വിറ്റിരുന്നത് ഉമനാർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഉമനാർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഉപ്പ് വിറ്റിരുന്നത്. അപ്പോൾ ഉപ്പ് വിറ്റിരുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഉമനാർ. ഉമനാർ ഓൾസോ എക്സ്ചേഞ്ച് സ്പൈസസ്, മേജർ എക്സ്പോർട്ട് കമ്മോഡിറ്റി ഇൻ ആൻഷ്യൻ തമിഴകം. ആൻഷ്യൻ തമിഴകത്തിലെ ഉമനാർ ഉപ്പ് മാത്രമല്ല, ചില സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് കമ്മോഡിറ്റികൾ. എക്സ്പോർട്ട് കമ്മോഡിറ്റി എന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സാധനങ്ങൾ.
ദേ കളക്റ്റഡ് ഡ്രൈഡ് ഫിഷ് ആൻഡ് സോൾട്ട് ഫ്രം ദ കോസ്റ്റൽ ഏരിയ. അവരെന്ത് ചെയ്യും? ഉണക്ക മത്സ്യം ഉപ്പൊക്കെ അവർ എവിടെ നിന്ന് വാങ്ങും? ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വാങ്ങും. എന്നിട്ട് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ സ്പൈസസ്, പെപ്പർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓഫ് അതർ തിണെ. എന്നിട്ട് അവരെന്താ ചെയ്യുക വെച്ചാൽ അവരുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ഉപ്പ് വാങ്ങുന്നത്. എന്നിട്ട് ഇത് വാങ്ങിയിട്ട് അവർ മറ്റ് തിണകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എന്ന് പറഞ്ഞാൽ ക്യാഷിലല്ല സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, സാധനങ്ങൾക്ക് പകരം സാധനമാണ്. ദാറ്റ് ഈസ് ഒരു ബാർട്ടർ സിസ്റ്റം. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ആണ്. ഗുഡ്സുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാം. ദീസ് എക്സ്ചേഞ്ചസ് വർ ലാർജ്ലി ഡൺ ഡ്യൂറിങ് സമ്മർ. ഈ എക്സ്ചേഞ്ചുകളെല്ലാം നടക്കുന്നത് വേനൽക്കാലത്താണ്. എന്തുകൊണ്ടാണ് അതിന് വേനൽക്കാലം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം? സമ്മർ ഈസ് ദ ഹാർവസ്റ്റ് സീസൺ. സമ്മറാണ് ഹാർവസ്റ്റ് സീസൺ, വിളവെടുക്കുന്ന സമയമാണത്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ കൂടുതൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. സോൾട്ട് ആൻഡ് ഡ്രൈഡ് ഫിഷ് വർ മെയ്ഡ് ഇൻ സമ്മർ. സോൾട്ടും ഡ്രൈഡ് ഫിഷൊക്കെ ഉണ്ടാക്കുന്നത് വേനൽക്കാലത്താണ്. The spices collected by the Umanar were sold at trade center in coastal town from where they were exported to foreign country. The spices collected by Umanar. ഉമനാർ ശേഖരിക്കപ്പെടുന്ന, ഉമനാർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ശേഖരിക്കപ്പെടുന്ന ഈ സ്പൈസസ് എല്ലാം അവർ കോസ്റ്റൽ ടൗണിൽ വന്നിട്ട് വിൽക്കും. ആൻഡ് ഫ്രം വേർ ദേ വർ എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രി. അവിടെ നിന്ന് അത് ഫോറിൻ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുക ഈ സ്പൈസസ്. We have already mentioned about the coins discovered from megalithic monument. To which country do they belong? The major commodity that the Roman took from ancient Tamilakam were the spices, especially pepper. നമുക്ക് ഈ മെഗാലിത്തിക് മോണുമെൻറ്റ്സിൻ്റെ ലിസ്റ്റിൽ നമ്മൾ കുറച്ച് കോയിൻസിനെ കുറിച്ച് പറയുന്നു. അത് റോമൻ ഗോൾഡ് കോയിൻസ് ആണ്. ഈ ഒരു കാര്യങ്ങൾ, ഈ റോമൻ ഗോൾഡ് കോയിൻസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആൻഷ്യൻ തമിഴകത്തിൽ നിന്നും സ്പൈസസ് വാങ്ങിയിരുന്നത് റോമൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, റോമക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ നാണയങ്ങൾ നമ്മളിവിടെ കണ്ടെടുത്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം അതിവിടെ കാണപ്പെട്ടതെന്നാണ് വിചാരിക്കുന്നത്. മൂവേന്തൻസ്. അടുത്തത്, യു ഹാവ് സീൻ ദാറ്റ് ദർ വാസ് ആൻ ഇൻലാൻഡ് ആൻഡ് മാരിടൈം ട്രേഡ് ഇൻ ആൻഷ്യൻ തമിഴകം. നമ്മൾ പറഞ്ഞു ആൻഷ്യൻ തമിഴകത്തിൽ ഇൻലാൻഡ് ട്രേഡും ഉണ്ട്, മാരിടൈം ട്രേഡും ഉണ്ട്. ഇൻലാൻഡ് മീൻസ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ നമ്മളെ ഏരിയയിൽ തന്നെ വിൽക്കുക. മാരിടൈം ട്രേഡ് പറഞ്ഞാൽ നമ്മളെ സാധനങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടൽമാർഗ്ഗം മുഖേന അയക്കുക. സം പവർ സെൻറ്റേഴ്സ് വർ എസെൻഷ്യൽ ടു ഫ്രെയിം ദ റൂൾസ് ഫോർ ട്രേഡിംഗ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ട്രേഡ് വാസ് കൺട്രോൾഡ് ബൈ 3 പവർ സെൻറ്റേഴ്സ്. 3 വിഭാഗങ്ങളായിരുന്നു ഈ കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത്. ഒന്ന് ചേര, പാണ്ഡ്യ ആൻഡ് ചോള. ദ ചേര ആൻഡ് ദ പാണ്ഡ്യ ആൻഡ് ദ ചോള. ഇവർ 3 പേരാണ് ട്രേഡ് കൺട്രോൾ ചെയ്തത്. ദേ വർ ടുഗദർ കോൾഡ് മൂവേന്തൻസ്. ഇവർ 3 പേരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മൂവേന്തൻസ്. ദ ക്യാപിറ്റൽ ഓഫ് ദ ചേര, ദ പാണ്ഡ്യ ആൻഡ് ദ ചോള വർ മുച്ചിരി, മധുരൈ ആൻഡ് ഉറയൂർ. ചേരയുടെ ക്യാപിറ്റൽ മുച്ചിരിയും പാണ്ഡ്യാസിൻ്റെ ക്യാപിറ്റൽ മധുരയും ചോളയുടെ ക്യാപിറ്റൽ ഉറയൂരും ആണ്. മുച്ചിരി, തൊണ്ടി, വാഗൈ, മന്തൈ, കാവേരിപ്പട്ടണം എക്സെട്ര വർ ദ മേജർ പോർട്ട് സിറ്റീസ് ഓഫ് ദ പീരീഡ്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റികൾ എന്ന് പറഞ്ഞാൽ തുറമുഖ നഗരങ്ങളായിരുന്നു ഇവയെല്ലാം. ഓക്കെ.